നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നേരെ മേളിൽ നിങ്ങൾ ആ കാണുന്നതാണ് ഇവിടുത്തെ സൺസെറ്റ് പോയിന്റ്. അതായത് കപ്പഡോക്യയിലെ മെയിൻ ആയിട്ടുള്ളൊരു സൺസെറ്റ് പോയിൻ്റാണ്. നമ്മൾ താമസിക്കുന്ന റിസോർട്ട് നേരെ നമ്മുടെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് അവിടെ വരെ നടക്കാൻ വേണ്ടി പോവാണ്. ഈ നടക്കുന്ന വഴിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ള സ്ഥലമാണിത്. നമുക്ക് ഈ ടൗൺ മൊത്തം കാണാനായിട്ട് വരും. അതുപോലെ 8 മണിയാകുമ്പോഴേക്കും ഇവിടെ സൺസെറ്റാണ്. അപ്പോൾ നമുക്ക് അതിന് മേളിൽ ചെന്നാൽ നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കുഞ്ഞ് വാക്കാണ് നമ്മുടെ അടുത്ത വീഡിയോ. വണ്ടിക്ക് ആക്ച്വലി പോകാനായിട്ട് പറ്റും, പക്ഷെ നമ്മൾ തൽക്കാലം നമ്മുടെ വണ്ടി താഴെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഇത് കണ്ടല്ലോ, നല്ല തറയോടൊക്കെ വിരിച്ച നല്ല റോഡ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. അതുപോലെ തന്നെ 2 സൈഡിലും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു ചെറിയ കുഞ്ഞു ടൗണിൽ കൂടെ മേളിലേക്ക് നടക്കുവാണ്. സൺസെറ്റ് കഫേ റെസ്റ്റോറൻറ്റ്. ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇതുവരെ ഇവിടെ വന്നിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ടർക്കിഷ് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടർക്കിഷ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ ടൗണൊക്കെ. ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അഞ്ജുവും അജയും പുറകിൽ വരുന്നു. നമ്മളിവിടുന്ന് പയ്യെ നടന്ന് മേളിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അധികം കട്ട് ചെയ്യുന്നില്ല, നമുക്ക് ഡയറക്റ്റ് പോസിറ്റീവാണ്. ഇതുണ്ടോ, ബിയർ കഴിക്കേണ്ട ആളുകൾക്ക് ഇവിടെ ഇരുന്ന് ഓപ്പൺ ആയിട്ടിരുന്ന് ബിയർ കഴിക്കാം. ഡ്രിങ്ക്സ് കഴിക്കേണ്ട ആളുകൾക്ക് അവിടെ നിന്ന് ഡ്രിങ്ക്സ് കഴിക്കാം. ഫുഡ് കഴിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം. രണ്ട് പൗണ്ടേ ഉള്ളൂ എല്ലാവർക്കും കൂടെ? 45. ആണോ? ടോട്ടൽ നമുക്ക് 2 പൗണ്ട്. അതായത് എല്ലാവർക്കും കൂടെ 2 പൗണ്ട്. 100 TL എന്ന് പറഞ്ഞാൽ 45. 1 പൗണ്ട് 45 TL. 45 45 2 TL 90. ബാക്കി 20 കിട്ടി. ഓ, അപ്പം 200 രൂപ നമ്മുടെ നാട്ടിൽ എത്ര ആയുള്ളൂ അല്ലേ? 2 പൗണ്ട്. അടിപൊളി. ഭയങ്കര റീസണബിൾ റേറ്റ് ആണ്. ഈ മല നമ്മൾ തന്നെ നമ്മൾ ഇച്ചിരി മാറിയെന്നു കേട്ടോ അഞ്ചു. വണ്ടിയൊക്കെ സ്ലിപ്പായാണ് കയറി പോകുന്നത്. ഇവൻ നമുക്ക് വണ്ടിയിലാണെങ്കിലും കയറി പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കയറ്റമാണ്. ഓ, ഇത് ഇവിടെയാണ് സൺസെറ്റ്. ഇതുണ്ടോ ആ കാണുന്നേ? ഇത് കണ്ടോ? ആര് ശരിക്കും ഇത് നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുന്ന കൂട്ടല്ല, നല്ല കയറ്റമാണ് കേട്ടോ. അത്ര ചെറിയ കയറ്റമൊന്നുമല്ല. കാര്യം എനിക്ക് തോന്നുന്നൊരു 500 മീറ്ററേ ഉള്ളൂ, പക്ഷെ നല്ല കയറ്റമാണ്. എടി സൺസെറ്റ് ആയെന്നാ തോന്നുന്നു. വാ, സൺസെറ്റായി. ഗോൾഡൻ ലൈറ്റ് ഓഫ് ദി ഡേ ആണ് കേട്ടോ. ആർക്കെങ്കിലും ഫോട്ടോ ഒക്കെ എടുക്കണേ ഫോട്ടോ എടുക്കാം. എൻ്റെ അമ്മേ, അടിപൊളി. ഇത് കണ്ടോ? ഇനി ആ വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോണേ, 100 TL ഇത് വേർത്താണ് കേട്ടോ. ഈ ഒരു ടൗൺ ഫുള്ള് നമുക്ക് കാണാം ഇവിടെ. അയ്യോ സോറി, ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഞാൻ അണയ്ക്കുവാണ്. പക്ഷേ ഈ ഒരു ടൗൺ നമുക്ക് ഫുള്ള് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ എന്ത് രസം കാണാനായിട്ട്. ആ സൈഡിൽ സൂര്യൻ അസ്തമിച്ച് വരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ എന്തായാലും മേളിലെത്തി. നമുക്ക് ഇവിടെ നിന്ന് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇതിൻ്റെ ഏറ്റവും മേളിലെത്തി.
ഇവിടെ അത്യാവശ്യം നമുക്ക് ഇരിക്കാനുള്ളൊരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു തണുപ്പുണ്ട്. ഹായ്. ഇവിടെ നമുക്ക് ഇതേ കണ്ടല്ലോ, കാപ്പി കുടിക്കാനായിട്ട് ഇരിക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി ഒരു സ്ഥലം. അപ്പം നമുക്കിവിടെ എവിടെയെങ്കിലും ഇരിക്കാം, ഒരു ചെറിയ കാപ്പി കുടിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയിട്ട് അത് കുടിക്കാം. നല്ല രസമാണ്, നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ, എന്ത് രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. നമ്മൾ അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കൂടെ കയറി പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു സ്പേസ് ആണെന്ന് തോന്നുന്നു അങ്ങേയറ്റം. അതെ, അവിടെ കപ്പിൾസ് ഒക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര ക്രൗഡ്. നമ്മളും ദേ ഇവിടെ ഒരു ചെറിയൊരു ടേബിളിൽ ഇരുന്നു. ഇനിയിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണം. ദിബു ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കുടിക്കാൻ സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ. ദേ അവിടെ കിടക്കുന്ന ആ ബ്ലാക്കാണ് നമ്മുടെ വണ്ടി. ദേ അപ്പോൾ നിങ്ങൾ അങ്ങ് കാണുന്നത് ഇത് കണ്ടോ, ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത്. രസമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ഒത്തിരി ലോങ് ഡ്രൈവ് ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ ഒരു സിറ്റിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ നടക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. എല്ലായിടത്തും തന്നെ നല്ല പാട്ടുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാ കഫേയിലും പാട്ടുണ്ട്, അഞ്ച് ശ്രദ്ധിച്ചോ? എല്ലായിടത്തും നല്ല പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ മൊത്തം ഞങ്ങൾ ഈ ഒരു സിറ്റിയിൽ കൂടെ ഇങ്ങനെ നടപ്പായിരിക്കും. ഒത്തിരി ആളുകൾ വന്നു പോകുന്ന സ്ഥലം ഇതുണ്ടല്ലോ, കുറേ ആളുകൾ. ദിബു ആണെങ്കിൽ ഇത് ഇപ്പോൾ ഒരു കാപ്പി മേടിക്കാൻ വേണ്ടി പോയേക്കുവാണ്. കാപ്പി മേടിച്ചിട്ട് വരട്ടെ. സാധാരണ എല്ലാവരും ഫസ്റ്റ് ഡേ ആണ് റൂം കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഒന്നും നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം കാണിച്ചു തന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്നപ്പോൾ ഇവൾക്ക് പനി. അതുപോലെ നമ്മളെല്ലാം ഒരു 6-7 മണിക്കൂർ, അല്ലെങ്കിൽ എനിക്കൊന്ന് 8 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് റൂമിലെത്തിയത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ നേരെ ഫസ്റ്റ് റെസ്റ്റാണ് പ്രയോറിറ്റി, വീഡിയോ സെക്കൻഡറി ആണ്. അപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്തതിന് മുമ്പ് ഞാൻ റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂം, 204, 2 ദിവസം. അപ്പോൾ ഞാൻ ജസ്റ്റ് അകത്ത് കയറിയിട്ട് ലൈറ്റ്സ് ഇട്ട് കഴിയുമ്പോഴേക്ക് ഇത് കണ്ടോ, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത കേവ് ഹോട്ടൽ. ഇത് നേരെ ഈ കേവിനോട് ചേർന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലേക്ക് ഇനി റൂമുകളില്ല. ഇത് കണ്ടല്ലോ, നല്ലൊരു ബെഡ്, അതുപോലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. അതേ കുഞ്ഞിനെ പറ്റിയേ, ഇത് വീട്ടിലൊക്കെ പനി കുറഞ്ഞിട്ടില്ല കേട്ടോ. അല്ലേ കുഞ്ഞോ? ഇത് പറഞ്ഞതിൻ്റെ ബാത്റൂം കണ്ടോ, ഇവിടെ ഒരു ബാത്റൂം, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബാത്റൂം. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സിറ്റുവേഷനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ റൂമെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നെ ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 2 ചെയറുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ കയറി ഇരിക്കത്തൊന്നുമില്ല. 2 ചെയറുണ്ട്. അതുപോലെ തന്നെ ഒരു പഴയ റൂം, ഒത്തിരി പഴയ റൂമാണെന്ന് തോന്നുന്നത്. അതുപോലെ ഈ ബിൽഡിങ്ങും ഒത്തിരി പഴയതെന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കാം. അല്ലേ അഞ്ചു? ബാ, നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് നമ്മളിവിടെ നേരെ അൻഡാലയിലേക്ക് ഡ്രൈവ് ചെയ്യുവാണ്. ഏകദേശം ഒരു 6 മണിക്കൂർ. റൂം ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തേക്കാം. നമ്മൾ താമസിക്കുന്നിടത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ നേരെ പോയിട്ട് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഓപ്പൺ ആയിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈവനിങ്ങിൽ ഇറങ്ങിയിരിക്കാനായിട്ട്. പക്ഷേ ഈവനിങ്ങിൽ ഇറങ്ങിയിരിക്കാൻ പറ്റി ഇതിനേക്കാളും അടിപൊളി ഒരു പ്ലേസ് മേളിലുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാവേ. കുഞ്ഞുമറിയം ആൾക്കാണെങ്കിൽ ഇങ്ങനത്തെ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവള് യാത്ര ചെയ്യുമ്പോഴേക്കും പുള്ളിക്കാരി ഉറങ്ങുമോ അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഇരിക്കുകയോ ചെയ്യുന്നില്ലാത്തതാണ്. പക്ഷേ പനി ആയതുകൊണ്ടാണ് ഇവളിങ്ങനെ ഇത്രയും അലമ്പായിട്ടിരിക്കുന്നത്. അലമ്പല്ല, ഇങ്ങനെ ദേഹത്ത് കയറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് കണ്ടോ, ഇതാണ് നമ്മൾ താമസിക്കുന്നതിൻ്റെ ബാക്ക് വശം. ഇതുണ്ടോ, ഈ മലയോട് ചേർന്നിട്ടാണ് ഈ ബിൽഡിങ്സ് എല്ലാം പണിതിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ താഴെ കണ്ടതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം മേളിലുണ്ട്. ഞാൻ ജസ്റ്റ് പോയി കാണിച്ചു തരാവേ. ഇത് കണ്ടോ, താഴെ നമ്മൾ കണ്ടതിനേക്കാളും നല്ലൊരു സ്ഥലമാണ് മേളിൽ. ഇത് കണ്ടോ, ഇവിടെ രാത്രി ആകുമ്പോഴേക്കും ഇവർ ലൈറ്റൊക്കെ ഇട്ട് തരും. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ഫാമിലി ആയിട്ട് ഇരിക്കാം. പിള്ളേരെ ആണെങ്കിൽ തറയിൽ ഇങ്ങനെ വിടാം. ഇവിടെ ഇരുന്നാൽ കാണുന്ന വ്യൂ രാത്രിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൗൺ ഫുള്ള് ലൈറ്റപ്പ് ചെയ്തിരിക്കുമായിരിക്കും. അത് വാം ലൈറ്റ്. അപ്പോൾ കാണാനായിട്ട് അതിന് പ്രത്യേക ഒരു ഭംഗിയാണ്.
അപ്പോൾ താഴെ ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇവിടെ മേളിലിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബിൽഡിങ് ഞാൻ ഒത്തിരി വർഷം പഴക്കമുള്ളതാണെന്ന് പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ വളർന്നു നിൽക്കുന്ന ചെടി കണ്ടോ, ഇത് മുന്തിരിയാണ്. ഇതിലെല്ലാം ഇഷ്ടം പോലെ മുന്തിരിങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, കണ്ടല്ലോ, ഈ കാണുന്നതൊക്കെ മുന്തിരിങ്ങയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന്, മുന്തിരി വളരാനായിട്ട് നല്ല സമയമെടുക്കും. ഇതിനകത്ത് ഓരോ കമ്പിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, ഇത് കണ്ടോ, ഇത്ര വലിപ്പമുണ്ട് ആ ഒരു കമ്പിന്. ഇനി അതൊന്നുമല്ല, ഇതിനേക്കാളും ഭയങ്കര കട്ടിയുള്ള കമ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ എന്താ ഇവിടെ, ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്, നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. ഇതിനേക്കാളും കട്ടിയുള്ളത് നമ്മൾ ഈ കയറി വരുന്നിടയ്ക്ക് ഇത് ആർച്ച് കൂട്ട് കാണുന്ന ഈ ഒരു കമ്പ് കണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല കട്ടിയുണ്ട്. അപ്പം അത്യാവശ്യം അറിയത്തില്ല എന്താ ഈ ബിൽഡിങ് പണിതപ്പോൾ ഉള്ള മുന്തിരിയല്ലേ, നല്ല പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ഏജ് എത്രയാണെന്ന്, ഇതിനകത്ത് എത്ര വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ് നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ നമുക്ക് അവസാനം ഇറങ്ങുന്നതിന് മുമ്പ് ചോദിക്കാം. നമുക്ക് ആവശ്യത്തിന് കഴിക്കാനായിട്ട് ബൊഫയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചായ, കാപ്പി, അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസ്, അതുകൂടാതെ ബ്രെഡ്, ഓംലെറ്റ്, നമുക്ക് അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. എന്നാക്കിയിട്ടെന്ന് പറഞ്ഞാലും കൊച്ചിന് പനി വന്നപ്പോഴേക്കും നമ്മൾ ആകപ്പാട് ഡൗൺ ആയിട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പകുതി ഇന്നലെയൊന്നും അങ്ങനെ ഒത്തിരി കറങ്ങി നടക്കാഞ്ഞതും. മേളിലൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് അവിടെ പോയിരുന്നിടത്തൊക്കെ നല്ല രസമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു ലേറ്റ് നൈറ്റായിട്ട് പയ്യെ അവിടെ നിന്ന് വന്നാൽ അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പക്ഷേ നമുക്ക് ഇവൾക്ക് പനിയായതുകൊണ്ട് മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ പോയാലും ഇന്ന് ഞങ്ങൾ ഓർത്ത് ഇവളായിട്ട് അങ്ങ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവളുടെ പനി പോയി, ഇവൾ അല്ലെങ്കിൽ ഇവൾക്ക് മറ്റേ ഇങ്ങനത്തെ യാത്രകളും ബീച്ചും അല്ലെങ്കിൽ ആളുകളെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ ആളാണെങ്കിൽ ഫുൾ എൻ്റെ ദേഹത്ത് തന്നെയാണ്. ഇതുകൊണ്ട് കിടന്ന് ഉറങ്ങിയിട്ടില്ല, ഇതുകൊണ്ടോ ഇങ്ങനെ കിടക്കുക. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കപ്പഡോക്കിയ ടു അൻഡാലിയ ഡ്രൈവ്.